ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സേമിയ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഈ ഉപ്മാവ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു കടായിയിലോട്ട് കുറച്ച് കൂടുതലായിട്ട് വെള്ളം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കരുത്, വേറെ ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഒരു ലെമണിൻ്റെ പകുതിയുടെ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലെമൺ ജ്യൂസും ഓയിലും ഒഴിച്ചു കൊടുക്കുന്നത് സേമിയ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ലെമൺ ജ്യൂസ് കുറച്ച് മാത്രം മതിയാവും, ഏകദേശം 1 ടീസ്പൂണ്. ഞാനിവിടെ റോസ്റ്റ് ചെയ്തിരിക്കുന്ന സേമിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് എടുക്കുന്നതെങ്കിൽ കടായിലോട്ട് വെള്ളം ചൂടാക്കാൻ വെക്കുന്നതിന് മുമ്പ് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട്, സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചിട്ട് സേമിയ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം മാത്രം വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ റോസ്റ്റ് ചെയ്ത സേമിയാണ്. നമ്മുടെ വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സേമിയ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാം സേമിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 4 പേർക്ക് സെർവ് ചെയ്യാനുണ്ടാവും. ഇനി ഇത് ഫുള്ളായിട്ട് കുക്കായി വരണ്ട, ഏകദേശം ഒരു 70-75% കുക്കായാൽ മതി. ബാക്കി നമ്മൾ വെജിറ്റബിൾസിൻ്റെ കൂടെ കുക്ക് ചെയ്തെടുക്കുന്നതാണ്. ഏകദേശം ഒരു 2-3 മിനിറ്റ് മാത്രം മതിയാവും ഈ സേമിയ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. സേമിയ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്കിത് ഒരു അരിപ്പയിലോട്ട് അരിച്ചെടുക്കാം. സേമിയ നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിതിവിടെ ഒരു അരിപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട്, കണ്ടല്ലോ. ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു കടായിലോട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എത്ര കണ്ട് സേമിയ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് സവാളയുടെ അളവ് കൂട്ടിയും കുറച്ചും കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഓവർ കുക്കാകേണ്ട ആവശ്യമില്ല. വെജിറ്റബിൾസൊക്കെ ഒരു ഹാഫ് കുക്കായാൽ മാത്രം മതിയാവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് കുറച്ച് പെപ്പർ പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് ബീൻസ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ചേർക്കുന്ന ഓരോ വെജിറ്റബിൾസും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. വെജിറ്റബിൾസ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/2 കപ്പ് ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഇതുപോലെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം.
ഇനി ഈ വെജിറ്റബിൾസിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. സേമിയ വേവിക്കുമ്പോൾ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഓവർ കുക്കാകേണ്ട ആവശ്യമില്ല. ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 മിനിറ്റ് മാത്രം കുക്കായാൽ മതിയാവും. ഈ വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടിയാൽ മതി. ഈ വെജിറ്റബിൾസ് കുക്കാക്കി എടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കണം. ഫ്ലെയിം കുറച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ഇതിലോട്ട് 3 പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. കണ്ടല്ലോ, സേമിയ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. എല്ലാം വേറെ വേറെ ആയിട്ട് തന്നെയാണ് ഉള്ളത്. മുഴുവനായിട്ടും ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ വെജിറ്റബിൾസും സേമിയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ കൂടുതലായിട്ട് മസാലപ്പൊടികളൊന്നും തന്നെ ചേർത്തിട്ടില്ല. ആകെ ചേർത്തത് പെപ്പർ പൗഡർ മാത്രമാണ്. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടല്ലോ, ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. കാണുമ്പോൾ തന്നെ അറിയാലോ ടേസ്റ്റിയാണെന്ന്. വെരി ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഉപ്പുമാവ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.